ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനം ശ്രവിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ അനുഗ്രഹം നേടുവാനും ദൈവത്തോടുകൂടി ആയിരിക്കുവാനും ഇന്നത്തെ ദിവസം മുഴുവനും ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ജീവിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും ജീവനോടെ എഴുന്നേൽപ്പിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ആ കർത്താവിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. ഈ ദിവസം പിതാവായ ദൈവം മക്കളായ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ ബിസിനസ്സിനെയും നിങ്ങളുടെ ജോലി മേഖലയും എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഏതൊരു സ്ത്രീയെയും പോലെ തനിക്കുള്ള സംശയം നേരിട്ട് തന്നോട് മംഗളവാർത്ത അറിയിച്ച ദൂതൻ്റെ അടുക്കൽ മറിയം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഏതൊരു സ്ത്രീക്കും അറിയാം, തൻ്റെ ഉദരത്തിൽ, തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് പിറക്കണമെങ്കിൽ ഒരു പുരുഷന് സഹായം ആവശ്യമുണ്ട്. അതുതന്നെയാണ് പരിശുദ്ധ കന്യാമറിയം തൻ്റെ സംശയമായിട്ട് ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുന്നത്, ഞാൻ ഒരു പുരുഷനെ അറിയുന്നില്ലല്ലോ. എന്നാൽ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും എന്നുള്ള തിരുവചനം നിവൃത്തിയാകുവാൻ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കാരണം ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനെന്നും ദൈവപുത്രനെന്നും വിളിക്കപ്പെടും. ജനിക്കാൻ പോകുന്ന ശിശു ദൈവത്തിൻ്റെ ആത്മാവായ ഹോളി സ്പിരിറ്റ് തന്നെ, സ്പിരിറ്റായ ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവപുത്രനായി ഭൂമിയിൽ പിറക്കുന്ന ഒരു മംഗളവാർത്ത. പരിശുദ്ധാത്മാവ് മറിയത്തെ പൂർണ്ണമായി അവളുടെ മേൽ വന്നിറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവളിൽ നിറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവളിൽ ജന്മമെടുക്കും. ആ ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പരിഭവിക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും ലഭിക്കുന്നില്ലല്ലോ.
നമ്മുടെ നോട്ടത്തിൽ അസാധ്യമെന്ന് കരുതുന്ന പലതും ലഭിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് പൊതിഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞാൽ മനുഷ്യൻ അസാധ്യമായത് ദൈവം സാധ്യമാക്കി തരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ദൈവത്തോട് ചോദിക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന്. കാരണം ലോകത്തിൻ്റെ മുന്നിൽ അസാധ്യമെന്ന് കരുതുന്ന ഒരു കാര്യമാണ് മറിയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ സംഭവിച്ചത്. അതേപോലെ നമ്മുടെ ജീവിതത്തിലും അസാധ്യമായത് സംഭവിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നമ്മൾക്ക് നിറയാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമാധാനവും സമൃദ്ധമായിട്ട് നിങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പോകുന്ന എല്ലായിടത്തും, നിങ്ങളുടെ വ്യാപാര കേന്ദ്രങ്ങളിൽ, നിങ്ങളുടെ ഓഫീസുകളിൽ, നിങ്ങളുടെ മക്കളുടെ ഒപ്പം, മക്കളുടെ പരീക്ഷയോടൊപ്പം, രോഗികളായിരിക്കുന്നവരുടെ കിടക്കയിൽ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഓരോ നിമിഷവും നിങ്ങളെ പരിശുദ്ധാത്മാവ് പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.